സമാധാനപരമായ ഒരു ജീവിതം എല്ലാ മനുഷ്യനും കൊതിക്കുന്നതാണ്. ഇന്ന് ലോകം മുഴുവൻ നോക്കിയാൽ ഒരിത്തിരി സമാധാനത്തിന് വേണ്ടി കൊതിക്കുന്ന മനസ്സുകളെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിലായിരുന്നപ്പോ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തില് അതിശക്തമായൊരു സന്ദേശം നമുക്ക് തന്നിട്ടുണ്ട്. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് ലോകം തരുന്ന സമാധാനമല്ല, സ്തോത്രം, ആ ദൈവം തരുന്ന ആ ദിവ്യമായ സമാധാനം. കൊരിന്ത്യർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ നമ്മെ ഓർപ്പിച്ചുണർത്തുന്ന ഒരു സന്ദേശമുണ്ട്. സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ധന്യനായ പൗലോസ്ലീഹ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമുണ്ട്. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. മറ്റൊരു ഭാഗത്ത് വെളിപ്പെടുത്തുന്ന ഒരു വാക്യം കൂടെ വെളിപ്പെടുത്താം. സമാധാനത്തിന്റെ ദൈവം സാത്താനെ നിന്റെ കാൽ കീഴിൽ ചതച്ചു കളയട്ടെ. ഇന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ കൊതിക്കുകയാണ് ഇച്ചിരി സമാധാനം ലഭിക്കുക. കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്ന മാതാവേ, കുടുംബത്തെ ഓർത്ത് കരയുന്ന പിതാവേ, ഭാവി കാര്യം ഓർത്ത് കരയുന്ന സഹോദര, ഫ്യൂച്ചർ എങ്ങനെ ആകുമെന്ന് ഓർത്ത് വ്യാകുലപ്പെടുന്ന സഹോദരി, നിന്നോട് ദൈവം സംസാരിക്കുക. സ്തോത്രം. മനുഷ്യർക്ക് തരാൻ കഴിയാത്തതും ദൈവത്തിന് മാത്രം തരാൻ കഴിയുന്നതുമായ ആ ദിവ്യ സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കാൻ കർത്താവ് ആഗ്രഹിക്കുക. കർത്താവ് വെളിപ്പെടുത്തുക, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങളുടെ അവസ്ഥ കണ്ടുകൊണ്ട് ദൈവം ഇന്ന് സംസാരിക്കുക. ഇനിയും സമാധാനമില്ലാത്തൊരു വ്യക്തിയായി നിങ്ങൾ ജീവിക്കരുത്. നിങ്ങൾക്ക് സമാധാനിക്കാനുള്ള വക കർത്താവ് തരാൻ പോകും. സ്തോത്രം. നീ ഒരു രോഗസൗഖ്യമാ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ആ രോഗസൗഖ്യം ദൈവം തരും. കടബാധ്യത മാറുന്നതാണ് നീ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അത് കർത്താവ് തരും. നിന്റെ ഫ്യൂച്ചർ ബ്ലോക്കായി കിടക്കുവാണോ, നിന്റെ കുടുംബം ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണോ, കർത്താവ് പറയുക സമാധാനം തരിക. ഓരോ ദിവസവും ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീ യേശുവിന്റെ പുറകിൽ കൂടെ വന്ന് അവന്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടു. ആ നിമിഷം അവൾ സൗഖ്യമായി. കർത്താവ് അവളോട് പറയുക, ബാധയൊടിഞ്ഞ് സ്വസ്ഥമായിരിക്കുന്നു, സമാധാനത്തോടെ പോകും. ഇന്ന് ഈ വചനം കേൾക്കുന്ന സ്നേഹിത, ലോകത്തിന് തരാൻ കഴിയാത്ത, പ്രപഞ്ചത്തിൽ ആർക്കും തരാൻ കഴിയാത്ത ആ ദിവ്യ സമാധാനം, സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളിലേക്ക് ദൈവം പകരട്ടെ. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങൾ ഒന്നിച്ചവിടുത്തെ പാദപീഠത്തിലേക്ക് അടുത്തു വരിക. ഇന്ന് ദൈവവചനത്താൽ ഞങ്ങൾക്ക് ലഭിച്ച വലിയ സമാധാനത്തിനായി സ്തോത്രം. സമാധാനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് സമാധാനം കൊടുക്കണം. സമാധാനം അവരുടെ ഹൃദയത്തിൽ വാഴട്ടെ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആ ദിവ്യ സമാധാനം ദൈവം നിന്നെ നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.